ഹായ് നമസ്കാരം. ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളോടാണ് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് വഴി അസിസ്റ്റന്റ് സെയിൽസ്മാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ 10th മെയിൻസ് എക്സാമിനും ബേസ്ഡ് ആയിക്കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പുതിയൊരു സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ 9ാമത്തെ വീഡിയോ ആണിത് വരുന്നത്. അപ്പൊ ഇതുവരെയുള്ള വീഡിയോ ജസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് കയറുക. ചാനൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ 10th മെയിൻസ് 2025 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേരളത്തിന്റെ ഭൂവിസ്തീർണം എത്രയാണ്? കേരളത്തിന്റെ ഭൂവിസ്തീർണം എത്രയാ? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ഭൂവിസ്തീർണം എന്ന് പറയുന്നത്. ഇതിന്റെ താഴോട്ടായിട്ട് കുറച്ച് അധികം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം: കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്രയാണ്? കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം ഓർത്തു വെക്കുക, 590 കിലോമീറ്റർ ആണ് ലേറ്റസ്റ്റ് ആയിട്ട് PSC കൊടുത്തേക്കുന്ന ആൻസർ എന്ന് പറയുന്നത്. 580 എന്താകാറുണ്ട് ആൻസർ ആയിട്ട് വരാറുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ LGS എക്സാമിന് കൊടുത്തേക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 590 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എന്നാണ്. ഇനി കേരളത്തിന്റെ തെക്ക് വടക്ക് തീരം എത്രയാണ്? തീരമല്ല, നീളമാണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്രയാ? 560 കിലോമീറ്റർ ആട്ടോ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം ചോദിച്ചാൽ എത്രയാ? 560 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്. ഇനി കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? തമിഴ്നാടാണ് അല്ലെ. ഓപ്ഷൻ ഡി തമിഴ്നാടാണ്. കേരളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? തമിഴ്നാടാണ്. ഇനി കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളത്തിന്റെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, കർണാടകയാണ്. ഇനി കേരളത്തിന്റെ പടിഞ്ഞാറേ ഭാഗം ഏതാ? കേരളത്തിന്റെ പടിഞ്ഞാറേ ഭാഗം ഏതാ? കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏതാ? അറബിക്കടലാണ് അല്ലെ. കേരളത്തിന്റെ പടിഞ്ഞാറേ ഭാഗം ചോദിച്ചാൽ ഏതാ? അറബിക്കടലാണ്. ഇതാണ് കേരളത്തിന്റെ ഒരു ഏകദേശ മാപ്പ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെയാണ് പടിഞ്ഞാറ്, ഇത് കിഴക്കാണ്. പടിഞ്ഞാറേ ഭാഗത്ത് ഇവിടെ അറബിക്കടലാണ്. ഇവിടെ തമിഴ്നാടുണ്ട്, മുകളിൽ ആരുണ്ട്? കർണാടകയുമുണ്ട്. ഇനി പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ളതും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള പ്രദേശം ഏതാണ്? പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ളതും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള ഭൂപ്രദേശം ഏതാ? ഓപ്ഷൻ ബി ആണ്, മാഹി ആണ് അല്ലെ. പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ളതും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള പ്രദേശമാണ് ഏത്? മാഹി എന്ന് പറയുന്നത്. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാ? ഓപ്ഷൻ സി ആണ്, വയനാടാട്ടോ. വയനാടാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചാലും ഏത് തന്നെയാ? വയനാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചാൽ ഏതാ? വയനാടാണ്. ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം ചോദിച്ചാലും ഏതാ? അതും ഏത് തന്നെയാണ്? വയനാടാണ്. ഓപ്ഷൻ ഡി വയനാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം ചോദിച്ചാലും ഏതാ? വയനാടാണ്. ഇനി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടി ഏതാ? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? ഓപ്ഷൻ എ ആണ്, ആനമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? ആനമുടിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാ? ഓപ്ഷൻ ഡി ആണ്, ഏലമലയാണ്. ആനമുടിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിര ചോദിച്ചാൽ ഏതാ? ഏലമലയാണ്. ഇനി ആനമുടിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മല ഏതാ? ആനമുടിയുടെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മല ചോദിച്ചാൽ ഏതാ? ആനമലയാട്ടോ. ഏതാ? ആനമലയാണ്. ആനമുടിയുടെ വടക്ക് ഭാഗത്ത് ഏതാ? ആനമലയാണ്. ഇനി ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, ഇടുക്കി ആട്ടോ. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഇടുക്കി ജില്ലയിലാണ്. ഇനി ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് എവിടെയാ? ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്നത് എവിടെയാ? ആനമുടിയിൽ വെച്ചാട്ടോ. ഓപ്ഷൻ ബി ആണ്, ആനമുടിയിലാണ്. ഇനി ആനമുടിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം ഏതാ? ആനമുടിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രം ഏതാ? പളനിമല കേട്ടോ. ഓപ്ഷൻ എ ആണ്, പളനിമലയാണ്. ആനമുടിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രം ചോദിച്ചാൽ ഏതാ? പളനിമലയാണ്. ഇനി പ്രധാനമായിട്ടും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാ?
അതായത് ഭൂപ്രകൃതി അനുസരിച്ചിട്ട് കേരളത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1 മലനാട്, 2 ഇടനാട്, 3 തീരപ്രദേശം. അതില് പ്രധാനമായിട്ടും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ചോദിച്ചാൽ ഏതാ? മലനാടാട്ടോ. ഓപ്ഷൻ എ ആണ്, മലനാടാണ്. ഓർത്തു വെക്കുക. ഭൂപ്രകൃതി അനുസരിച്ചിട്ട് കേരളത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1 മലനാട്, 2 ഇടനാട്, 3 തീരപ്രദേശം. ഇതില് മലകളൊക്കെ ഉൾപ്പെടുന്ന, പ്രധാനമായിട്ടും പർവ്വതങ്ങൾക്ക് ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ചോദിച്ചാൽ ഏതാ? മലനാടാണെന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവിടെയാ? ആനമുടിയാണ്. ആനമുടി എവിടെയാ? ഇടുക്കി ജില്ലയിലാണ് അല്ലെ. അപ്പൊ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി എന്ന കാര്യം ഓർത്തു വെക്കുക. പിന്നെ ഏത് ജില്ലയിലാ? ഇടുക്കി ജില്ലയിലാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും ഏതാ? ആനമുടിയാണ്. ഹിമാലയത്തിന്റെ തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ചോദിച്ചാൽ ഏതാ? ആനമുടിയാണ് കേട്ടോ. ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ചോദിച്ചാലും ഏതാ? ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണെന്ന് ചോദിക്കാം. എത്രയാ? 26.95 മീറ്റർ ആണ്. 26.95 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ചോദിക്കാം. ഏതാ? മൂന്നാർ പഞ്ചായത്ത് കേട്ടോ. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഏതാ? മൂന്നാർ പഞ്ചായത്താണ്. താലൂക്ക് ആണെങ്കിൽ ഏതാ? ദേവികുളം താലൂക്ക്, ജില്ല ഇടുക്കി എന്ന കാര്യം ഓർത്തു വെക്കുക. അപ്പൊ ഏതൊക്കെ മലകളായിരുന്നു സംഗമിക്കുന്നത്? ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് എവിടെയാ? ആനമുടിയിലായിരുന്നു അല്ലെ. ഇനി നമ്മൾ പറഞ്ഞു ഹൈറ്റ് 26.95 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഫീറ്റ് അടിയിലാണ് ചോദിക്കുന്നതെങ്കിൽ എത്രയാ? 88.42 കേട്ടോ. 88.42 ഫീറ്റ് ആണ് കേട്ടോ. ഫീറ്റ് അടിയാണ്. മീറ്ററാ ചോദിക്കുന്നെങ്കിൽ 2695 മീറ്റർ ആണ്. അടിയാണെങ്കിൽ 88.42 മീറ്റർ ആണ്. ഇനി കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ ഭൂവിസ്തൃതിയുടെ 48% ഏതാണ്? അതായത് നമ്മൾ പറഞ്ഞു ഭൂപ്രകൃതി അനുസരിച്ചിട്ട് കേരളത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. അതില് 48% ഏതാണ്? 48% ചോദിച്ചാൽ ഏതായിരിക്കും? മലനാടാട്ടോ. ഏതാ? മലനാടാണ്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 48% ഏതാ? മലനാടാണ്. ഇനി ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രം ഏതാണ്? ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രം ഏതാ? നീലഗിരിയാട്ടോ. ഏതാ? നീലഗിരിയാണ്. ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമാണ് ഏത്? നീലഗിരി. ഇനി പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി മലനിര ഏതാണ്? പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? ഏതാ? അഗസ്ത്യാർകൂടമാണ്. ഓപ്ഷൻ എ ആണ്, അഗസ്ത്യാർകൂടമാണ്. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ചോദിച്ചാൽ ഏതാ? അഗസ്ത്യാർകൂടമാണെന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യമലയുടെ ഉയരം എത്രയാണ്? സമുദ്രനിരപ്പിൽ നിന്ന് അഗസ്ത്യമലയുടെ ഉയരം ചോദിച്ചാൽ എത്രയാ? 1868 മീറ്റർ ആട്ടോ. ഓപ്ഷൻ സി ആണ്, 1868 മീറ്റർ ആണ് സമുദ്രനിരപ്പിൽ നിന്ന് അഗസ്ത്യമലയുടെ ഉയരം എന്ന് പറയുന്നത്. ഇനി അടിയിലാണ് ചോദിക്കുന്നതെങ്കിൽ 6128 മീറ്റർ കേട്ടോ. 6128 മീറ്റർ ആണ്. പിന്നെ അടിയിൽ ചോദിക്കുക, ഫീറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നെങ്കിൽ 6128.6 അടിയാണ്. ഇനി പിന്നെ മീറ്റർ ആണ് ചോദിക്കുന്നതെങ്കിൽ 1868 മീറ്റർ കേട്ടോ. എന്തിൻ്റെത്? അഗസ്ത്യമലയുടെ ഉയരം എന്ന് പറയുന്നത്. ഈ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. എവിടെയാ? നെടുമങ്ങാട് താലൂക്കിലാണ് ഇത് അഗസ്ത്യാർകൂടം ഉള്ളത് കേട്ടോ. ഇനി അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏതാ? 2001 2001 അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ 2001. ഇനി തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം ഏതാണ്? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പർവ്വതം ഏതാണ്? ഏതാ? മീശപ്പുലിമലയാട്ടോ. ഏതാ? മീശപ്പുലിമലയാണ് തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം ചോദിച്ചാൽ ഏതാ? മീശപ്പുലിമലയാണ്. 2640 മീറ്റർ, 2640 മീറ്റർ ആണ് മീശപ്പുലിമലയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ചോദിച്ചാലും ഏത് തന്നെയാ? മീശപ്പുലിമലയാട്ടോ. ഓപ്ഷൻ എ ആണ്, മീശപ്പുലിമലയാണ്. തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പർവ്വതമാണ് ഇത് മീശപ്പുലിമല. അപ്പൊ കേരളത്തിലെ എന്ത് തന്നെയായിരിക്കും? ഉയരം കൂടിയിട്ടുള്ള രണ്ടാമത്തെ പർവ്വതമാണ്. ഇനി യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പൂർണ്ണമായിട്ടും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പൂർണ്ണമായിട്ടും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാ? ഓപ്ഷൻ എ ആണ്, അഗസ്ത്യാർകൂടമാട്ടോ. ഏതാ? അഗസ്ത്യാർകൂടമാണ്. ഇനി മാബ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അതായത് മാബ് എന്ന് പറഞ്ഞാൽ എന്താ? മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാം കേട്ടോ. അതിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ചോദിച്ചാൽ ഏതാ?
പിന്നെ അഗസ്ത്യാർകൂടമാണ്. ഓപ്ഷൻ എ ആണ് അഗസ്ത്യാർകൂടമാണ്. ഇനി അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് നെടുമങ്ങാട് താലൂക്കിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. ഇനി വയനാട് കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗം ഏതാണ്? വയനാട് കുടക് അതിർത്തിയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗം ഏതാ? ഓപ്ഷൻ ബി ആണ് ബ്രഹ്മഗിരി കുന്നുകളാണ്. വയനാട് കുടക്, അതായത് കർണാടകയുടെ ഭാഗമാണ് ഇത് കുടക് എന്ന് പറയുന്നത്. ഈ അതിർത്തിയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ഇത് ബ്രഹ്മഗിരി കുന്നുകൾ എന്ന് ഓർത്തുവെക്കുക. ഇനി മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് ചെറുകുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശമാണ് ഡാഷ്. നമ്മൾ പറഞ്ഞു മലനാട്ടിൽ ഏറ്റവും കൂടുതൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? കുന്നുകള് അല്ലെങ്കിൽ മലകളൊക്കെ ഉള്ള ഏരിയ ആയിരുന്നു ഏതോ മലനാട് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ പറയുന്നത് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ചെറുകുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശം ചോദിച്ചാൽ ഏതാ? ഇടനാടാണ്. ഓപ്ഷൻ എ ആണ് ഇടനാടാണ്. ഇനി ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണുന്ന മണ്ണിനം ഏതാണ്? ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനം ചോദിച്ചാൽ ഏതാ? ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണാണ്. ഓപ്ഷൻ ഡി ആണ് ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ്. ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനം ചോദിച്ചാൽ ഏതാ? ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണാണ്. ഇനി വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണ് ചോദിച്ചാലും ഏത് തന്നെയാ? ഇവന് ലാറ്ററൈറ്റ് മണ്ണാട്ടോ. ഏതാ? ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണാണ്. ഇനി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായിട്ട് പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്ന് ഏതാണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായിട്ട് പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്ന് ഏതാ? അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാട്ടോ. ഓപ്ഷൻ ഡി ആണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ്. ഇനി കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? കേരളത്തില് കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ചോദിക്കാൻ എത്രയാ? 9 ജില്ലകൾക്ക് കടൽ തീരമുണ്ട്, 5 ജില്ലകൾക്ക് എന്തില്ല? കടൽ തീരം ഇല്ല. ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാ? ഓപ്ഷൻ ബി ആണ് കണ്ണൂർ ജില്ലക്കാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? കടൽ തീരമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ് കൊല്ലം ജില്ലക്കാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ജില്ലയാണ്. ഏറ്റവും കൂടുതലാണെങ്കിൽ കണ്ണൂരാണ്. ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്ക് ഏതാണ്? താലൂക്ക് കേട്ടോ, താലൂക്ക്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്ക് ചോദിച്ചാൽ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് ചേർത്തല കേട്ടോ. ഏതാ? ചേർത്തലയാണ്. ഇനി കേരളത്തിന്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിന്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഏതാ? ഇൽമനൈറ്റും മോണോസൈറ്റും. ഓപ്ഷൻ ഡി ആണ് ഇൽമനൈറ്റും മോണോസൈറ്റുമാണ് കേരളത്തിന്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഏത്? ഇൽമനൈറ്റും മോണോസൈറ്റും. ഇനി കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാ? കേരളത്തിൽ എത്ര കോർപ്പറേഷൻ ഉണ്ട്? കേരളത്തിൽ 6 കോർപ്പറേഷനാണുള്ളത്. അതിൽ 5 കോർപ്പറേഷനും എന്തുണ്ട്? കടൽ തീരമുണ്ട്. ഒരു കോർപ്പറേഷൻ എന്തില്ല? കടൽ തീരമില്ല. ഏത് കോർപ്പറേഷനാ കടൽ തീരമില്ലാത്തത്? തൃശ്ശൂരാട്ടോ. ഏതാ? തൃശ്ശൂർ കോർപ്പറേഷൻ എന്തില്ല? കടൽ തീരമില്ല. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാ? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാ? മുഴപ്പിലങ്ങാട് ബീച്ച്. ഓപ്ഷൻ ഡി ആണ് മുഴപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് എന്ന് പറയുന്നത്. ഇനി തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏതാണ്? തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏതാ? നെല്ലും തെങ്ങുമാണ്. ഓപ്ഷൻ ഡി ആണ് നെല്ലും തെങ്ങുമാണ്. തീരപ്രദേശത്തെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ചോദിച്ചാൽ ഏതാ? നെല്ലും തെങ്ങുമാണ്. ഇനി ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? നമ്മുടെ കേരളമാണ്. ഏതാ? കേരളമാണ്. ഇനി ഇത് നമ്മൾ പറഞ്ഞതാണ്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏതൊക്കെയായിട്ടാണ് തരംതിരിച്ചത്? ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ എത്രയായിട്ട് തരംതിരിച്ചു? 3 ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാ? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇത് പഠിക്കണം. വരുന്ന എക്സാമ്പിൾ എന്തായാലും ചോദിക്കുന്നതാണ്. എല്ലാ എക്സാമുകളിലും ഒരു ക്വസ്റ്റ്യൻ വെച്ചെങ്കിലും കാണാറുണ്ട്. അപ്പം ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എന്തൊക്കെയായിട്ട് തിരിച്ചിട്ടുണ്ട്? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര മൈലാണ്? നമ്മൾ വിസ്തീർണം പറഞ്ഞിട്ടുണ്ടായിരുന്നു 38,863. അത് ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൈലാണ്. എത്ര മൈലാ? 38,863 ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മൈലാണെന്ന് ചോദിച്ചാൽ എത്രയാ? 15,005 ആട്ടോ. ഓപ്ഷൻ ഡി ആണ് 15,005 മൈലാണ് കേരളത്തിന്റെ വിസ്തീർണം എന്ന് ഓർത്തു വെക്കുക. ഇനി ഇന്ത്യൻ യൂണിയന്റെ എത്ര ശതമാനമാണ് കേരളത്തിന്റെ ഭൂവിസ്തീർണം?
ഇന്ത്യൻ യൂണിയന്റെ എത്ര ശതമാനമാണ് കേരളത്തിന്റെ ഭൂവിസ്തൃതി എന്ന് ചോദിച്ചാൽ എത്രയാ? 1.18%. ഓർത്തു നോക്കുക, 1.18% ഇന്ത്യൻ യൂണിയന്റെ 1.18% കേരളത്തിന്റെ ഭൂവിസ്തൃതി എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: 1. പ്രധാനമായിട്ടും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. 2. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതിയാണ് മലനാട്. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 30% മലനാട്. 4. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നതാണ് മലനാട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കാം. ഏതൊക്കെയായിരിക്കും ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഒന്നാമത്തെ എന്താ പറഞ്ഞത്? പ്രധാനമായിട്ടും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. നമ്മൾ പഠിച്ചു, ശരിയാണ്. പ്രധാനമായിട്ടും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഏത്? മലനാട്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എവിടുന്ന? മലനാട്ടിൽ നിന്നാണ്. അറിയില്ലെങ്കിൽ പഠിച്ചു വെക്കുക. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എവിടുന്ന? മലനാട്ടിൽ നിന്നാണ്. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 30% മലനാട് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. 48% ആകെ ഭൂവിസ്തൃതിയുടെ 48% ഏത്? മലനാട് എന്ന കാര്യം ഓർത്തു വെക്കുക. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നതാണ് മലനാട്. ശരിയാണ്, ഓർത്തു വെക്കുക. പിന്നെ 0 മുതൽ 7.5 മീറ്റർ വരെയാണ് തീരപ്രദേശം. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഇടനാടാണ്. 75 മീറ്ററിൽ കൂടുതലാണെങ്കിൽ ഏതാ? അത് മലനാടാണ്. അപ്പോ 1, 2, 4 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയാണ്. 47ാമത്തെ ചോദ്യം: തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. കേരളത്തിന്റെ മലനാടിന്റെ ശരാശരി ഉയരം 900 മീറ്റർ ആണ്. 2. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. മലനാടിന്റെ ഭൂരിഭാഗവും അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്നു. 4. മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. നോക്കാം. ഒന്നാമത്തത് കേരളത്തിന്റെ മലനാടിന്റെ ശരാശരി ഉയരം 900 മീറ്റർ. പഠിച്ചു വെച്ചോ. കേരളത്തിന്റെ മലനാടിന്റെ ശരാശരി ഉയരം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാ? 900 മീറ്റർ ആണ്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് തന്നെയാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? മലനാട് സ്ഥിതി ചെയ്യുന്നത്. മലനാടിന്റെ ഭൂരിഭാഗവും അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്നു. തെറ്റാണ്. നമ്മുടെ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഏതുള്ളത്? അറബിക്കടലുള്ളത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനിൽ എന്ത് പഠിച്ചു? മലനാട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കിഴക്ക് ഭാഗത്താന്ന് പഠിച്ചു അല്ലെ? അപ്പൊ അറബിക്കടൽ ഏത് സൈഡാ? നമ്മുടെ പടിഞ്ഞാറ് സൈഡ്. അപ്പൊ അത് ആൻസർ ആയിട്ട് വല്ല തെറ്റാണ്. 3. മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അതും ശരിയാണ്. അപ്പൊ 1, 2, 4 ഇതിലും ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ശരിയാണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് പഠിച്ചു നോക്കുക. മലനാടിന്റെ ഭൂരിഭാഗവും എങ്ങോട്ടുള്ളത്? കിഴക്ക് ഭാഗത്താട്ടോ. അപ്പോ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഏതായിരിക്കും? തീരപ്രദേശമായിരിക്കും കേട്ടോ. ഏതാ? തീരപ്രദേശമാണ്. ഇനി 48ാമത്തെ മലനാടിന്റെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏതൊക്കെയാണ്? മലനാട്ടിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏതൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട കാർഷിക വിളകൾ? 1. തേയില, കാപ്പി, റബ്ബർ, ഏലം. ഇത് 4 പഠിച്ചു വെക്കണം. തേയില, കാപ്പി, റബ്ബർ, ഏലം ഇതൊക്കെ എന്താണ്? മലനാട്ടിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകളാണ്. ഏതൊക്കെയാ? തേയില, കാപ്പി, റബ്ബർ, ഏലം. ഇത് 4 എന്താണ്? മലനാട്ടിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകളാണ്. 49ാമത്തെ ചോദ്യം: തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടുപിടിക്കുക. കേരളത്തിന്റെ മലനാട് ഭൂപ്രദേശത്തിന്റെ ഭാഗമായി വരുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. കേരളത്തിന്റെ മലനാട് ഭൂപ്രദേശത്തിന്റെ ഭാഗമായിട്ട് വരുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. 2. വടക്ക് തമിഴ്നാട് മുതൽ തെക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകൾ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടം എന്നാണ്. 3. സഹ്യപർവ്വതനിര എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. 4. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് കണ്ടെത്തും അല്ലെ? ഒന്നാമത്തെ എന്താ പറയുന്നത്? കേരളത്തിന്റെ മലനാട് ഭൂപ്രദേശത്തിന്റെ ഭാഗമായിട്ട് വരുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. ശരിയാണ്. 2. വടക്ക് തമിഴ്നാട് മുതൽ തെക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകൾ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടം. ഇവിടെ എന്താ തെറ്റ്? ഇത് തെറ്റാണ്. തെറ്റെന്താ? വടക്ക് ഗുജറാത്താണ്, തെക്കാണ് ഏതുള്ളത്? തമിഴ്നാട് അല്ലെ? ഇവിടെ തന്നിരിക്കുന്നത് വടക്ക് തമിഴ്നാടെന്നും തെക്ക് ഗുജറാത്ത് എന്നും. അപ്പൊ അത് തെറ്റാണ്. ഓർത്തു വെക്കുക. വടക്ക് ഗുജറാത്ത് മുതൽ തെക്ക് തമിഴ്നാട് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് ഏത്? പശ്ചിമഘട്ടം. സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഏത്? പശ്ചിമഘട്ടം. ശരിയാണ്. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഏത്? അഗസ്ത്യാർകൂടം. അപ്പം 1, 3, 4 ഇതിലും ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെ? 1, 3, 4 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി 50ാമത്തെ ചോദ്യം: തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടുപിടിക്കുക.
ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്ന്, 2024 ജനുവരിയിലെ കണക്കനുസരിച്ച് കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല. 2, യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട് പൂർണ്ണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം. മൂന്നാമത്തത്, യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം. 4, വയനാട് കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ. അപ്പൊ ഈ 4 പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കാം. ഏതൊക്കെയാ? 2024 ജനുവരിയിലെ കണക്കനുസരിച്ച് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല എന്നുള്ളത് എന്താണ്? തെറ്റാണ്. അങ്ങനെ കണക്കൊന്നും വന്നിട്ടില്ല. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയത് ആനമുടി, രണ്ടാമത്തത് മീശപ്പുലിമല, മൂന്നാമത്തത് അഗസ്ത്യാർകൂടം. അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്? അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയത് തന്നെയാണ് ഏത്? മീശപ്പുലിമല എന്ന കാര്യം ഓർത്ത് നോക്കുക. അപ്പൊ തെറ്റാണ്. 2, യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട് പൂർണ്ണമായും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് അഗസ്ത്യാർകൂടം. ശരിയാണ്, അല്ലെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള 10ാമത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് ഇത് അഗസ്ത്യാർകൂടം. അതും ശരിയാണ്. വയനാട് കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗമാണ് ഇത് ബ്രഹ്മഗിരി കുന്നുകൾ. അതും നമ്മൾ പഠിച്ചതായിരുന്നു. അതെന്താണ്? അപ്പോ 2, 3, 4 ആണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകള്. ഇനി 51ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യമലയുടെ ഉയരം 1868 മീറ്റർ ആണ്. 2, അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 2002 അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് നെടുമങ്ങാട്. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് മീശപ്പുലിമല. ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം, അല്ലെ? ഒന്നെന്താ? സമുദ്രനിരപ്പിൽ നിന്ന് അഗസ്ത്യമലയുടെ ഉയരം 1868 മീറ്റർ നമ്മൾ പഠിച്ചതാണ്. 1868 മീറ്റർ ആണ്. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 2002 ആണോ? നമ്മൾ അങ്ങനെയാണോ പഠിച്ചത്? അല്ല, ഏത് വർഷമായിരുന്നു? 2001 2001 തെറ്റാണ്. നമ്മൾ തൊട്ടു മുന്നേ വൺ വേർഡ് പഠിച്ചില്ല, അതിലേക്ക് പറഞ്ഞില്ലേ ഞാൻ, അല്ലെ? അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ചോദിച്ചാൽ ഏതാ? 2001. ഇനി അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാ? നെടുമങ്ങാട്. ശരിയാണ്. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് ഇത് മീശപ്പുലിമല. ശരിയാണ്. എത്ര മീറ്ററാണ് ഞാൻ പറഞ്ഞത്? 2640 മീറ്റർ അല്ലേ ഉയരം എന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഇതിലും ശരിയായത് ഏതൊക്കെയാ? 1, 3, 4 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകള്. 52ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാം. ആനമുടി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയുടെ തെക്ക് ഭാഗത്താണ്. 2, ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പളനിമല. ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. അപ്പൊ ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് കണ്ടെത്തണം, അല്ലെ? ഒന്നാമത്തെ എന്താ? ആനമുടി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയുടെ തെക്ക് ഭാഗത്ത് ആണോ? തെറ്റാ, അല്ലെ? എവിടെയാ? ഇടുക്കി ജില്ലയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ആനമുടി സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താ? ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് എവിടെയാ? ആനമുടിയിലാണ്. ശരിയാണ്. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഏത്? പളനിമല. ശരിയാണ്. അതുപോലെ ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. അതെന്താണ്? ശരിയാണ്. അപ്പോ 1, 2, 3, 4 ആണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന, അല്ലെ? ഒന്നാമത്തെ എന്താ? ആനമുടി സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിലല്ല, എവിടെയാ? ഇടുക്കി ജില്ലയിലാണ്. 53ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ കേട്ടോ. ഇവിടെ തെറ്റാണ്. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടുപിടിക്കുക. 1, മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് ചെറുകുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശമാണ് ഇടനാട്. 2, കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 50% ഇടനാട്. ഇടനാടിന്റെ കിഴക്കേ അതിരാണ് തീരപ്രദേശം. ഇടനാടിന്റെ പടിഞ്ഞാറേ അതിരാണ് മലനാട്. ഇതിൽ ഏതൊക്കെയാണ് തെറ്റാണ് വേണ്ടത്? തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഈ ഒരു ഭൂപടം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ, ഇതാണ് നമ്മുടെ ഈ തവിട്ട് നിറത്തിൽ കാണപ്പെടുന്നതാണ് നമ്മുടെ മലനാട് എന്ന് പറയുന്നത്. ഈ പച്ച നിറത്തിൽ കാണപ്പെടുന്നത് പിന്നെ ഇടനാട്, ഈ മഞ്ഞ നിറത്തിലുള്ളത് തീരപ്രദേശം. അപ്പോ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഇതാണ് പടിഞ്ഞാറ് ഭാഗം, ഇത് കിഴക്ക് ഭാഗം. ഓക്കെ, അപ്പൊ കിഴക്ക് ഭാഗത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? മലനാട് സ്ഥിതി ചെയ്യുന്നത്. മലനാട് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ഭാഗത്താണ്. തീരപ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ മലനാടിനും ഈ തീരപ്രദേശത്തിനും ഇടയിലാണ് ഏത്? ഈ പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഇടനാടെന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്തു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക.
ഇനി നിങ്ങൾ ഇതിന്റെ ആൻസർ നോക്കി നോക്കിയേ. ഒന്നാമത്തെ എന്താ, മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് ചെറു കുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശമാണ് ഇടനാട്. അതെന്താണ്, ശരിയാണ്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ടാണ് ഏതുള്ളത്, ഇടനാടുള്ളത്. അവിടെ എന്താണ്, താഴ്വരകൾ, ചെറു കുന്നുകളും താഴ്വരകളാലും സമൃദ്ധമാണ് ഇത് ഇടനാടെന്ന കാര്യം ഓർത്തു നോക്കുക. രണ്ടാമത്തെ പ്രസ്താവന എന്താ പറയുന്നത്, കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 50% ഇടനാടെന്ന്. അത് തെറ്റാണ്. എത്ര ശതമാനം, 42%. കേട്ടോ, ഇത് തെറ്റാണ്. കേരളത്തിലെ ഭൂവിസ്തൃതിയുടെ 42% ഏതെന്ന് പറയുന്നത് ഇടനാട്. 48% ഏത്, മലനാട്. മലനാട് 48%, ഇടനാട് 42%. ഇനി മൂന്നാമത്തെ പ്രസ്താവന എന്താ പറയുന്നത്, ഇടനാടിന്റെ കിഴക്കേ അതിരാണ് തീരപ്രദേശം. ഇടനാടിന്റെ കിഴക്കേ അതിരാണ് തീരപ്രദേശം. ആണോ, നമ്മൾ കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ. തെറ്റല്ലേ, ഇത് തെറ്റാണ്. എന്താ, എവിടെയാ, പടിഞ്ഞാറ് അതല്ലേ. ഇടനാടിന്റെ കിഴക്കേ അതിരല്ല തീരപ്രദേശം, ഏതാ, പടിഞ്ഞാറേ അതിരാണ് ഏത്, തീരപ്രദേശം. രണ്ടെന്താ, ഇടനാടിന്റെ പടിഞ്ഞാറേ അതിരാണ് മലനാട്. ഇടനാടിന്റെ പടിഞ്ഞാറേ അതിരാണ് മലനാട്. ശരിയാണോ? അപ്പൊ ഇതൊന്നും തെറ്റാണ്. നമ്മളോട് ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാ, തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നെ അല്ലെ. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏത് മാത്രമേ, ഒന്ന് മാത്രമേ ശരിയുള്ളൂ. 2, 3, 4 എന്താണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ ബി ആണ്. 2, 3, 4 എന്താണ്, തെറ്റാണ്. അപ്പൊ ഈ കൺസെപ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് ചെറുകുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമായ ഭൂപ്രദേശമാണ് ഏത്, ഇടനാടെന്ന് പറയുന്നത്. ഇടനാടെന്ന് പറയുന്നത് ഈ പച്ച നിറത്ത് കാണുന്നതാണ്. ഇനി രണ്ടാമത്തെ എന്താ, കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 50% ഇടനാട്. തെറ്റാണ്. എത്രയാ, 42% ഇത് ഇടനാട് എന്ന കാര്യം ഓർത്തു നോക്കുക. ഇടനാടിന്റെ കിഴക്കേ അതിരെന്ന് പറയുന്നത് ഏതാ, കിഴക്കേ അതിരെന്ന് പറയുന്നത് മലനാടാണ്. പടിഞ്ഞാറേ അതിരെന്ന് പറയുന്നത് ഏതാ, തീരപ്രദേശമാണ്. ഓർത്തു വെക്കണേ. ഇനി തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക. ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. 2, വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്നുകളാണ്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 15% തീരപ്രദേശം. കേരളത്തിന്റെ തീരപ്രദേശത്തിന്റെ നീളം എന്ന് പറയുന്നത് 590 കിലോമീറ്റർ ആണ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് കണ്ടെത്താൻ വേണ്ടിട്ടോ. ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണ്. ശരിയാണ്. വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്നുകളാണ്. ശരിയാണ്. ഇനി കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 15% തീരപ്രദേശം. അപ്പൊ കണക്ക് ശരിയാവില്ല അല്ലെ. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്, 42% ഇടനാടാന്ന് പഠിച്ചിട്ടുണ്ട്, 48% മലനാടാന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത് തന്നെ എത്രയായി, 90ആയി. ബാക്കി ഇനി എത്രയേ ഉള്ളൂ, 10% ഉള്ളൂ. അപ്പൊ കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 10% ഏതെന്ന് പറയുന്നത് തീരപ്രദേശം. അപ്പൊ ഇത് തെറ്റാണ്. 10% ഏത്, തീരപ്രദേശം. ഇനി കേരളത്തിന്റെ തീരപ്രദേശത്തിന്റെ നീളം എന്ന് പറയുന്നത് 590 കിലോമീറ്റർ ആണ്. ഓർത്തു നോക്കുക. 590 കിലോമീറ്ററും ശരിയായിട്ട് വരാറുണ്ട്, 580 ശരിയായിട്ട് വരാറുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം 590 കിലോമീറ്റർ ആണ്. അപ്പൊ ഇത് നമ്മൾ ശരി കൊടുക്കുകയാണ്. 1, 2, 4 ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന കാര്യം ഓർത്തു നോക്കുക. ഓപ്ഷൻ ഡി ആണ്, ബി ആണ്. 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി 55ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവരിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടുപിടിക്കുക. ഇവിടെയും ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. 1, പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. 2, ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് 26.95 മീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കാം. 1, പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ, ആനമുടി. ശരിയാണ്. 26.95 മീറ്റർ ആണ് ഇത് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. 26.95 മീറ്റർ ആണ്. ഫീറ്റിലാണെങ്കിൽ എത്രയാ, 88.42 ഫീറ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ഇത് ആനമുടി. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. തെറ്റാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത് ആനമുടി. 1, 2, 3 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 6ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 3ാമതാണ്. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കോഴിക്കോട്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്, ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടുപിടിക്കാനല്ലേ അല്ലെ. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 3. ശരിയാണോ, തെറ്റ്. എത്രയാ, കേരളത്തിന്റെ സ്ഥാനം 5 കേട്ടോ. പിന്നെ
തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ 5 ആണ്. ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിനാണ്, 2 തമിഴ്നാട്, 3 ആന്ധ്രാപ്രദേശ്, 4 മഹാരാഷ്ട്ര, 5 കേരളം. ഓർത്തു നോക്കുക, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? ഗുജറാത്താണ്, 2 തമിഴ്നാടാണ്, 3 ആന്ധ്രാപ്രദേശ്, 4 മഹാരാഷ്ട്ര, 5 കേരളമാണ്. അപ്പോൾ കേരളത്തിന്റെ സ്ഥാനം എത്രയാ? 5ാമതാണ്. ഇനി കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 9 ആണ്. ഇനി ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ടെന്ന് ചോദിച്ചാൽ എത്രയാ? അത് 9 കേട്ടോ. കേരളത്തിൽ എത്ര ജില്ലകൾക്ക് കടൽ തീരമുണ്ട്? 9. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ടെന്ന് ചോദിച്ചാൽ എത്ര? അത് 9 ആണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കോഴിക്കോട്. തെറ്റാണ്. എവിടെയാ? കണ്ണൂർ ജില്ലക്കാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത്. ഏറ്റവും കുറവാണെങ്കിൽ എവിടെയായിരുന്നു? കൊല്ലം ജില്ല, അല്ലെ? അപ്പൊ ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം. ശരിയാണ്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 2ഉം 4ഉമാണ്. ബാക്കി എന്താണ്? 2ഉം തെറ്റാണ്. 57ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടുപിടിക്കാം. ശരിയായ പ്രസ്താവന, അല്ലെ? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്കാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്കാണ് മുഴപ്പിലങ്ങാട്. 2 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴപ്പിലങ്ങാട്. തീരപ്രദേശത്ത് കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റ്, മോണോസൈറ്റ്. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചാണ് ചേർത്തല. ഇത് തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കാം. ഒന്നെന്താ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്ക് ഏതായിരുന്നു? ചേർത്തലയാണ്. അപ്പൊ ഇത് തെറ്റാണ്. 2 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തെറ്റല്ലേ പറഞ്ഞല്ലേ? ചേർത്തലയല്ലേ? 2 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. ശരിയാണ്. തീരപ്രദേശത്ത് കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റ്, മോണോസൈറ്റ്. ശരിയാണ്. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ചേർത്തലയല്ല, ഏതാ? മുഴപ്പിലങ്ങാടാണ്. അപ്പോൾ ഈ 1ാമത്തെ പ്രസ്താവന 4ാമത്തെ പ്രസ്താവന അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടതാണ്. അപ്പോൾ 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 58ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാന്ന് തിരഞ്ഞെടുക്കണം. 1ാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞമാണ്. 2 കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചാണ് അഴീക്കോട് മുനിക്കൽ ഡോൾഫിൻ ബീച്ച്. 3 കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽ തീരമാണ് കൊളാവി പാലം. 4 കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലമാണ് ആലപ്പുഴയിലാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്ന് കണ്ടുപിടിക്കാം. 1ാമത്തെ എന്താ? കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് വിഴിഞ്ഞം. തെറ്റാണ്. എവിടെയാ? ആലപ്പി കേട്ടോ. ആലപ്പുഴ ബീച്ചാണ് ഇത് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാ? അഴീക്കോട് മുനിക്കൽ ഡോൾഫിൻ ബീച്ചാണ്. PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽ തീരം ചോദിച്ചാൽ ഏതാ? കൊളാവി പാലം. ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് ആലപ്പുഴയാണ്. തെറ്റാണ്. എവിടെയാ? നീണ്ടകര കേട്ടോ. നീണ്ടകര കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ് കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത്. അപ്പോൾ പഠിച്ചു നോക്കുക. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാ? ആലപ്പുഴ ബീച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ചോദിച്ചാൽ അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ്. കടലാമകളുടെ പ്രജനന കേന്ദ്രമായിട്ടുള്ള കോഴിക്കോട്ടെ കടൽ തീരമാണ് ഇത്? കൊളാവി പാലം. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ചോദിച്ചാൽ ഏതാ? നീണ്ടകര, കൊല്ലമാണ്. 59ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ്. കേരളത്തിലെ 2ാമത്തെ ജിയോളജിക്കൽ സ്മാരകമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് വർക്കല ക്ലിഫാണ്. 3ാമത്തെ പ്രസ്താവന, കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശൂര്. അപ്പോൾ ഈ 4 പ്രസ്താവനയിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. ഏതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 1ാമത്തെ എന്താ പറഞ്ഞത്? കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് തന്നെയാണ്? അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ്. കേരളത്തിലെ 2ാമത്തെ ജിയോളജിക്കൽ സ്മാരകമായിട്ട് പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത് ഏതാ? വർക്കല ക്ലിഫ്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5 ആണ്. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷനാണ് ഇത്? തൃശൂർ കോർപ്പറേഷൻ. 4 പ്രസ്താവനകളും ശരിയാണ്. 60ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടുപിടിക്കുക. തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടുപിടിക്കുക. തെറ്റായ പ്രസ്താവന 1. പാപനാശം, ശംഖുമുഖം, കോവളം, കാപ്പിൽ എന്നീ ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തങ്കശ്ശേരി, തിരുമുല്ലാവാരം, അഴീക്കൽ എന്നീ ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. മാരാരി ബീച്ച്, പുറക്കാട്, തൈക്കൽ എന്നീ ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ചെറായി ബീച്ച്, മുനമ്പം ബീച്ച് എന്നീ ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ 4 ബീച്ചുകളും അത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഏതാ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്? 1 ശരിയാട്ടോ. പാപനാശം, ശംഖുമുഖം, കോവളം, കാപ്പിൽ ഇതൊക്കെ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്. അതുപോലെ തങ്കശ്ശേരി ബീച്ചും തിരുമുല്ലാവാരം, അഴീക്കൽ എന്നീ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. മാരാരി ബീച്ച്, പുറക്കാട് ബീച്ച് അതേപോലെ ഒക്കെ സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയിലാണെന്നുള്ളത് തെറ്റാണ്. ഇത് രണ്ടും തെറ്റാണ്. ചെറായി ബീച്ച്, മുനമ്പം ബീച്ച് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ എന്നുള്ളത് തെറ്റാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പഠിച്ചാൽ മതി. മാരാരി ബീച്ചും പുറക്കാട്, തൈക്കലൊക്കെ എവിടെയാ? ആലപ്പുഴയിലാണ്. ചെറായി ബീച്ചും മുനമ്പം ബീച്ചും എവിടെയാ? എറണാകുളം ജില്ലയിലാണ്.
ഇനി 61ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ളത് ഏതാണ് കണ്ടെത്തുക. ചാവക്കാട്, സ്നേഹതീരം, മുനക്കൽ, വാടാനപ്പള്ളി എന്നീ ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. പടിഞ്ഞാറേക്കര, വാക്കാട്, പൊന്നാനി എന്നീ ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ബേപ്പൂർ, മാറാട്, കാപ്പാട് എന്നീ ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. പയ്യാമ്പലം, ധർമ്മടം, മുഴപ്പിലങ്ങാടി എന്നീ ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പോ ഇതിൽ നിന്ന് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ജില്ലകളും ബീച്ചുകളുമാണ്. അപ്പൊ ഏതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവന പഠിച്ചു വെച്ചോ. ചാവക്കാട്, സ്നേഹതീരം, മുനക്കൽ, വാടാനപ്പള്ളി എന്നീ ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാ? തൃശൂർ ജില്ല എന്നുള്ളത് ശരിയാണ്. പടിഞ്ഞാറേക്കര, വാക്കാട്, പൊന്നാനി എന്നീ ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാ? മലപ്പുറം ജില്ലയിലാണ്. ബേപ്പൂർ, മാറാട്, കാപ്പാട് എന്നീ ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാ? കോഴിക്കോട് ജില്ലയിലാണ്. പയ്യാമ്പലം, ധർമ്മടം, മുഴപ്പിലങ്ങാട് എന്നീ ബീച്ചുകൾ എവിടെയാ? കണ്ണൂർ ജില്ലയിലാണ്. അപ്പൊ 4 പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇത് പഠിച്ചു വെക്കണേ, ചിലപ്പോൾ ചോദിക്കാം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ. ഇനി 62ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങളാണ് കോൾനിലങ്ങൾ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലുൽപാദന മേഖലയാണ് കോൾനിലങ്ങൾ. കേരളത്തിൽ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകളാണ് തൃശൂര്, മലപ്പുറം. കേരളത്തിലെ കോൾനിലങ്ങൾ കൂടുതലായിട്ട് കൃഷി ഇറക്കുന്ന സമയം വിരിപ്പ് കാലഘട്ടമാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്ന് കണ്ടുപിടിക്കണം. ഏതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവനകള്? സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശം ഏതാ? കോൾനിലങ്ങൾ ശരിയാണ്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെല്ലുൽപാദന മേഖലയാണ് കോൾനിലങ്ങൾ എന്നുള്ളതും ശരിയാണ്. കേരളത്തിലെ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകളാണ് തൃശൂര്, മലപ്പുറം. കേരളത്തിലെ കോൾനിലങ്ങളിൽ കൂടുതലായിട്ട് കൃഷി ഇറക്കുന്ന സമയം വിരിപ്പ് എന്നുള്ളത് തെറ്റാണ്. എന്തായാലും ഇത്രയും ക്വസ്റ്റ്യൻ പറഞ്ഞാന്നില്ലേ, അറിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. കേരളത്തിലെ കോൾനിലങ്ങളിൽ കൂടുതലായിട്ട് കൃഷി ഇറക്കുന്ന സമയം ഏതാണ്? ഈ ഒരു ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. കേരളത്തിൽ കോൾനിലങ്ങളിൽ കൂടുതലായിട്ട് കൃഷി ഇറക്കുന്ന സമയം ഏതാ? മുണ്ടകനാണോ, വിരിപ്പാണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ലേ, അത് ഏത് സമയത്താണ് കേരളത്തിലെ കോൾനിലങ്ങളിൽ കൂടുതലായിട്ട് കൃഷി ഇറക്കുന്നത്? അപ്പം ബാക്കി 3 പ്രസ്താവനകൾ ശരിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കോൾനിലങ്ങൾ എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ പ്രധാനപ്പെട്ട നെല്ലുൽപാദന മേഖല കൂടിയാണ് ഇത് കോൾനിലങ്ങൾ. കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ ഓർത്തു വെക്കുക. ഏതൊക്കെയാ? തൃശൂരും മലപ്പുറവുമാണ്. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ കോൾനിലങ്ങളിൽ കൂടുതലായിട്ട് കൃഷി ഇറക്കുന്ന സമയം ഏതാന്നുള്ളത് കണ്ടുപിടിക്കാം. ഇനി അവസാനത്തെ ചോദ്യമാണ്, തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണെന്ന് കണ്ടെത്തുക. 1. വെള്ളപ്പൊക്കത്തെയും ലവണാംശത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ള നെല്ലിനമാണ് പൊക്കാളി എന്ന് പറയുന്നത്. 2. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാതയാണ് NH 85. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാതയാണ് NH 744. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാതയാണ് 544. അപ്പൊ ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് കണ്ടുപിടിക്കാം. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നെന്താ പറയുന്നത്? വെള്ളപ്പൊക്കത്തെയും ലവണാംശത്തെയും അതിജീവിക്കാൻ കഴിവുള്ള നെല്ലിനമാണ് ഇത് പൊക്കാളി, ശരിയാണ്. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാതയാണ് NH 85, ശരിയാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാത 744, തെറ്റാണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാതയാണ് 544, തെറ്റാണ്. അപ്പോ തെറ്റായത് ഏതൊക്കെയാ? പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ചോദിച്ചാൽ ഏതാ? 544 കേട്ടോ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 544. പാലക്കാട് ചുരത്തിന്റെ വീതി ചോദിക്കാം, എത്രയാ? 30 മുതൽ 40 കിലോമീറ്റർ വരെയാണ് പാലക്കാട് ചുരത്തിന്റെ വീതി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് ഏത്? പാലക്കാട് ചുരം അല്ലെ. പശ്ചിമഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ചുരമാണ് ഏത്? പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിൽ തന്നെ ഏകദേശം 16ഓളം ചുരങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ ചുരമാണ് ഏത്? പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിന്റെ വീതി ഓർത്തു നോക്കുക, 30 മുതൽ 40 കിലോമീറ്റർ വരെയാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ? 544 ആണ്. അതുപോലെ കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് ഏതാ? പാലക്കാട് ചുരമാണ്. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരം ചോദിക്കാം, ഏതാ? പാലക്കാട് ചുരമാണ് അല്ലെ. പാലക്കാട് ചുരമാണ്. അതുപോലെ വയനാട് ചുരം ഉണ്ട് അല്ലെ, താമരശ്ശേരി ചുരം എന്നറിയപ്പെടുന്നത്, അത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിൽ കേട്ടോ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിക്കാം, ഏതാ? കോഴിക്കോട് ജില്ലയിലാണ്. ഈ വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ? 766. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ചോദിക്കാം, ഏതാ? 766 ആണ്. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ഏതാ? വയനാട് ചുരമാണ്, അല്ലെങ്കിൽ താമരശ്ശേരി ചുരമാണ് അല്ലെ. താമരശ്ശേരി ചുരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ സഹായിച്ച ഒരു ആദിവാസി ഉണ്ട്, ആരാ? കരിന്തണ്ടൻ അല്ലെ. ഏതാ? കരിന്തണ്ടനാണ്. നാലാമത്തെ പ്രസ്താവന എന്താ? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് 744. പഠിച്ചു വെച്ചോ.
ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാ? 744 ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തതാണ്. അപ്പോൾ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 85 അല്ലെ. നാടുകാണി ചുരം ഏത് ജില്ലയിലാ? മലപ്പുറം ജില്ല അല്ലെ. നാടുകാണി ചുരം എവിടെയാ? മലപ്പുറം ജില്ലയിലാണ് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് ഒക്കെ ജസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറ്റി പ്ലേലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ.